ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അലോവേര ജെല്ലിയാണ്. അലോവേര ജെല്ലി എന്ന് പറയുമ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അലോവേര ജെല്ലിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് തോന്നി അത് ഉപയോഗിച്ചവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാലോ. അപ്പം അങ്ങനെ ചോദിച്ചു, മനസ്സിലാക്കി. അതുപോലെ തന്നെ ഞാൻ അല്ലാതെ തന്നെ റിസർച്ച് ചെയ്തു കാര്യങ്ങളൊക്കെ, എങ്ങനെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തു. അപ്പം അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഈ ഫോറവറിൻ്റെ അലോവേര ജെല്ലിയിൽ അടങ്ങിയിരിക്കുന്നത് 100% നാച്ചുറലി സ്റ്റെബിലൈസ്ഡ് അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതിൽ 85% ആണ് നമ്മളുടെ അലോവേര ജെൽ അടങ്ങിയിരിക്കുന്നത്, അലോവേരൻ്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നല്ല മോയ്സ്ചേർഡും അതുപോലെ തന്നെ നല്ല ഈവൻ സ്കിൻ ടോണും നമുക്ക് തരും, അതായത് ഡെയിലി യൂസേജിലൂടെ. ഈ ഒരു അലോവേരയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി. അതുകൊണ്ട് തന്നെ ഈ പൊള്ളിയിടങ്ങളിലൊക്കെ ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിലീഫ് തരും. അതായത് ആ പൊള്ളലിന്, അതുപോലെ തന്നെ ആ പൊള്ളിയിടത്തുള്ള ആ എരിച്ചിൽ പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ നല്ലൊരു തണുപ്പ് പ്രൊവൈഡ് ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ട് ഭയങ്കര എരിച്ചിലായിട്ടായിരിക്കും ഇരിക്കുക. പെട്ടെന്ന് പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറാൻ കുറച്ച് പണിയായിരിക്കും. നമ്മൾ ഈ ഐസ്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ് വെള്ളത്തിൽ മുക്കി വെക്കും കൈ. അത് കുറച്ച് നേരം മുക്കി വെക്കും, പിന്നെ എടുക്കും, പിന്നെയും മുക്കി വെക്കും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എരിച്ചിൽ മാറാൻ ഭയങ്കര പണിയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചെടുത്ത് അങ്ങോട്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ എരിച്ചിൽ മാറും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ തന്നെ ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റാഷസ് ഒക്കെ ഉണ്ടാവും. ആ റാഷസ് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ആ ഒരു വേദന, ഒരു തൊലി പൊളിഞ്ഞു കിടക്കുക, അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫ് ഉണ്ടാകും കുട്ടികൾക്ക്. അതൊരു തണുപ്പാണല്ലോ, നല്ല റിലീഫ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ആ ഒരു സ്കിൻ മോയ്സ്ചേർഡ് ആയിട്ട് നിൽക്കാനും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുറിവുകൾ, റാഷസ് കാരണമുള്ള മുറിവുകളൊക്കെ ഇല്ലാതാക്കാനും ഈ ഒരു അലോവേര ജെല്ലി കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ്. അതുകൂടാതെ തന്നെ ഈ ഒരു പിന്നെ അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ 3 ലെയേഴ്സിലൂടെ ഇറങ്ങി ചെന്നുകൊണ്ട് ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം എന്താ പറയുക, ഇതിനകത്തുള്ളത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് തന്നെ എരിച്ചിൽ, വേദന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഈ ഒരു അലോവേര ജെല്ലി ഏറ്റവും യൂസ്ഫുൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൊള്ളിയിടങ്ങളിൽ ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫ് ഉണ്ടാകും. അതുകൂടാതെ എരിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കും. അതുകൂടാതെ തന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നല്ല മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, സ്കിന്ന് നല്ല ഫ്രഷ് ആൻഡ് ക്ലിയർ ആയിരിക്കും. അതുകൂടാതെ തന്നെ ഈ പാച്ചി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇല്ലാതാവാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അതായത് ഇങ്ങനെ എന്താ പറയുക, സ്കിന്നിന് പൊട്ടൽ, അതുപോലെ തന്നെ ഈ ഡ്രൈ ആയിട്ട് അങ്ങനെ പൊളിഞ്ഞു വരിക, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, പാച്ചി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഇത് ഏറ്റവും ബെസ്റ്റാണ് റെഗുലർ യൂസേജിലൂടെ. നമ്മൾ പൊള്ളലിന് ഇത് തേക്കുന്നതിലൂടെ നമ്മൾ എരിച്ചിൽ മാറുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ ഈ പൊള്ളിയ ഇടങ്ങളിലെ പാടുകൾ മാറാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളെ പൊള്ളിയ പാട് മാറാനും ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് സൺബേൺ ബാധിക്കുന്നവർക്കും ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. പുറത്തൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോവുക. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഒരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷനാണ്, ബെസ്റ്റ് ഷീൽഡാണ് നമ്മുടെ ഫേസിനും നമ്മളെ ബോഡിക്കും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ സൺബേൺ ആയിട്ട് പെട്ടെന്ന് സൺബേൺ ബാധിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നമ്മളെ ഹീൽ ക്രാക്സിന് ഇത് ബെസ്റ്റ് സൊല്യൂഷനാണ്. അതായത് നമ്മൾ കാലുകളിൽ വിണ്ട് കീറുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് സൊല്യൂഷനാണ്. അതുകൂടാതെ തന്നെ ഈ പരിക്കൊക്കെ പറ്റിയവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പാടുകൾ മാറാനും ഇത് റെഗുലർ യൂസേജിലൂടെ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മളെ നഖങ്ങളുണ്ടല്ലോ, നഖങ്ങളുടെ ആരോഗ്യത്തിനും ഇത് നഖത്തിനും അതുകൊണ്ട് ഈ ക്യൂട്ടിക്കിൾസിലൊക്കെ പുരട്ടി കൊടുക്കുന്നത് നല്ല ഏറ്റവും ബെസ്റ്റ് ആണ്. നഖം വളരാനും അതുപോലെ നഖത്തിന് നല്ല ബലം കിട്ടാനും ഒക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഈ ഹെയർ ഫോളും അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫ് ഉള്ളവരുണ്ടാവും, രണ്ടിനും ഒരുപോലെ ഇത് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തല കുളിക്കുന്നതിന് മുൻപായിട്ട് തലയിൽ എണ്ണ തേക്കുന്നതിന് പകരമായിട്ട് ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക ഒരു 20 മിനിറ്റ്സ്. അതിനുശേഷം ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് കണ്ടീഷണർ ഉപയോഗിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുടി എന്താ പറയുക, ഫോളിങ്സ്, അതായത് ഹെയർ ഫോളിങ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാനും ഇത് ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മളിപ്പം ഈ സ്പോർട്സുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് പരിക്ക് പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇത് എന്താ പറയുക, പരിക്ക് പറ്റിയെടുത്ത് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. സ്കിന്നിന് അതുപോലെ തന്നെ അവരുടെ മുറിവിനും വേദന കുറയ്ക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
പിന്നെ ഈ ഓയിലി സ്കിന്നുകാരുണ്ടാവുമല്ലോ, അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുരുക്കളൊക്കെ വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ അലോവേര ജെൽ ഏറ്റവും ബെസ്റ്റാണ്. ജെല്ലായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അവരിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ അവരുടെ കുരുക്കൾ, പാടുകൾ, അതുപോലെ തന്നെ സ്കിന്ന് നല്ല എന്താ പറയുക നാച്ചുറലി ഗ്ലോ ആവാനും നല്ല ഒരു സൊല്യൂഷനാണ്. പിന്നെ ഓയിലി സ്കിന്നുകാരെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്ലോ ഉള്ളവരായിരിക്കും. പക്ഷെ എന്നാലും അവരുടെ ആ കുരുക്കളും പാടുകളൊക്കെ മാറിയിട്ട് അവർക്ക് പ്രത്യേക ഒരു ഗ്ലോ തന്നെ അവർക്ക് ഉണ്ടാവും. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് കാലുകളിലൊക്കെ മുറിവ്, അതുപോലെ തന്നെ അവർക്ക് മുറിവുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര പാടാണ്. പെട്ടെന്ന് പഴുപ്പ് ബാധിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഡയബറ്റിക് പേഷ്യൻസിന്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് മുറിവുകളിൽ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേദനയും അതുപോലെ തന്നെ അവർക്ക് മുറിവ് ഉണങ്ങാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മോണകളിൽ രക്തം വരുന്ന പ്രവണതയുള്ളവരുണ്ടാവും. അതായത് ഈ ഇപ്പം പല്ല് തേക്കുമ്പോഴായിക്കോട്ടെ ഒക്കെ പെട്ടെന്ന് മോണയിൽ നിന്ന് രക്തം വരിക. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അലോവേരൻ്റെ ജെല്ലി ജസ്റ്റ് ഒന്ന് ലെയറായിട്ട് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രക്തം വരുന്നത് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുകൂടാതെ തന്നെ പിന്നെ വല്ല വായ്പുണ്ണൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഉള്ളവർക്കും ഇതൊന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ക്യാൻസർ ബാധിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് കീമോതെറാപ്പീൻ്റെ ശേഷം അവരുടെ സ്കിന്നും വളരെ എന്താ പറയുക ഡാമേജ് ആയിപ്പോവും ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിന്ന് എന്താ പറയുക നമ്മൾ സ്കിന്നിനെ റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതുകൂടാതെ തന്നെ എന്താ പറയുക ഈ ആഫ്റ്റർ ഷേവ്, അപ്പോൾ ഷേവ് ചെയ്തതിന് ശേഷം കട്ട്സ് ഉണ്ടെങ്കിൽ, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് വരികയാണെങ്കിൽ അത് നിൽക്കാൻ പാടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ആഫ്റ്റർ ഷേവിന് ശേഷം നിങ്ങൾ ഫേസിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഭംഗിയായിരിക്കും. അതുകൂടാതെ തന്നെ കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കാനും ഇത് സഹായിക്കും. കൂടാതെ നമ്മളിപ്പം ഈ ഹെയർ എന്താ പറയുക വാക്സ് ചെയ്തവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് സ്കിന്ന് ഡ്രൈ ആവും. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഭംഗിയായിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ആ ഒരു പിന്നെ വാക്സ് കാരണം ഉണ്ട് എന്തെങ്കിലും ചെറിയ അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. കൂടാതെ നമ്മളിപ്പം എന്താ പറയുക ചിലരുണ്ട് നമ്മൾ റേസറായിരിക്കും ഉപയോഗിക്കുക ഹെയർ കളയാൻ വേണ്ടിയിട്ട്, കയ്യിലും കാലിലും ഒക്കെ ഹെയർ കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹെയർ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടുകളില്ലാതിരിക്കുക, അതായത് മുറിവുകളില്ലാതിരിക്കാനും സ്മൂത്തായിട്ട് നമ്മൾ ആ റേസർ യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ ഫേസിൽ റേസർ ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് ഫേസിൽ പിന്നെ എന്താ പറയുക ഫേസിലിങ്ങനെ രോമമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ ചില ഭാഗങ്ങളിൽ റേസർ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇതൊരു ലെയറായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫേസിൽ റേസർ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് കട്ടുകളൊന്നും ഇല്ലാതിരിക്കാനും സ്മൂത്തായിട്ട് റേസിങ് ചെയ്യാനും അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ പിമ്പിൾസ്, സ്കാർസ് ഇങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെ കയ്യിൽ ഇതൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു അലോവേര ജെൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അഥവാ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ നമ്പർ കൊടുക്കാം, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ ബൈ.